ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ട്രാൻസ്ഫർ റൂമറുകളുടെ കാലമാണ്. പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ വിദേശ താരങ്ങളുടെ സൈനിങ്ങിന് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. എന്നാൽ ഈ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആകുന്നതിന് മുമ്പ് മാർക്കസ് മെർഗലോ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമിക് പ്രോഡക്റ്റായ ജീക്സൺ സിംഗിനെ സ്വന്തമാക്കാനായിട്ട് 3ഓളം ISL ക്ലബ്ബുകൾ രംഗത്തുണ്ട് എന്നും ഈ സീസണിൻ്റെ അവസാനത്തോടു കൂടി അദ്ദേഹം കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ വരാൻ പോകുന്ന സീസണിൻ്റെ അവസാനത്തോടു കൂടി അദ്ദേഹം ഫ്രീ ഏജൻ്റായി മറ്റൊരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യുമെന്നുമായിരുന്നു മാർക്കസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. എന്നാൽ അതിനുശേഷം മറ്റൊരു റിപ്പോർട്ട് മാർക്കസ് മെർഗലോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ അദ്ദേഹത്തെ വലിയൊരു ട്രാൻസ്ഫർ ഫീ കൊടുത്തുകൊണ്ട് ടീമിലെത്തിക്കാനാണ് ഈ 3 ക്ലബ്ബുകളും ശ്രമിക്കുന്നത് എന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിലെ മാർക്കസിൻ്റെ റിപ്പോർട്ട് തീർത്തും ആരാധകരെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ജീക്സൺ സിംഗിനെ സ്വന്തമാക്കാനായിട്ട് പണച്ചാക്കുമായി മുംബൈ സിറ്റി FCയും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും രംഗത്തില്ല എന്നാണ് മാർക്കസ് മെർഗലോ ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കും ജിജ്ഞാസ നൽകുന്ന റിപ്പോർട്ട് തന്നെയാണ് മാർക്കസ് മെർഗലോ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. തീർച്ചയായും മോഹൻ ബഗാനും മുംബൈ സിറ്റിയും അല്ലാത്ത മറ്റേത് ക്ലബ്ബാണ് ജീക്സൺ സിംഗിനെ സ്വന്തമാക്കാനായിട്ട് ഇത്രയധികം പണവുമായി രംഗത്തുള്ളത് എന്നത് അറിയാൻ വേണ്ടി തന്നെയാകും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്നത്. FC ഗോവ, ബംഗളൂരു FC, ഈസ്റ്റ് ബംഗാൾ തുടങ്ങിയ പേരുകൾ ഉയർന്നു വരുന്നുണ്ട്.